ഫെഡറൽ ബാങ്കിൻ്റെ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡിൻ്റെ അൺബോക്സിങ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ഇത് സ്കാപ്പിയ എന്ന് പറഞ്ഞ ഒരു ഫിൻടെക് കമ്പനിയും കൂടാതെ ഫെഡറൽ ബാങ്കും കൂടി ജോയിൻ്റായി ചെയ്യുന്ന ഒരു കാർഡാണത്. ട്രാവൽ കാർഡാണത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, അത് കാർഡ് വന്നിട്ട് അതിൻ്റെ മുകളിൽ കണ്ടോ നല്ല ഡിസൈൻസും ഒക്കെ കണ്ടോ, പ്രത്യേക ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് കണ്ടോ വരുന്നത് ഒരു വെൽക്കം കിറ്റാണ്. അതായത് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഒപ്പം നമുക്ക് 2 കാർഡ് കിട്ടും. റുപേ കാർഡും കിട്ടും, വിസ കാർഡും കിട്ടും. അതായത് റുപേ നമുക്ക് UPI പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റുപേ കാർഡും ഉണ്ട്. അത് കൂടാതെ നമുക്ക് വിസയുടെ ക്രെഡിറ്റ് കാർഡും കിട്ടും. ഉണ്ടോ, ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇതിൽ അതിൻ്റെ മൊത്തം അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഉണ്ടോ, അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അതായത് 10% റിവാർഡ് ഓഫ്ലൈനും ഓൺലൈൻ അതായത് സെലക്റ്റഡ് കാറ്റഗറീസിൽ 10% റിവാർഡ് പോയിൻ്റ് കിട്ടും, സ്കാപ്പിയ കോയിൻസ്. പിന്നെ 20% ഓൺ ട്രാവലിംഗ് ബുക്കിംഗ്, ഫ്ലൈറ്റ് ബുക്കിംഗ്, റെയിൽവേ ബുക്കിംഗ്, അങ്ങനെയുള്ള സംഭവങ്ങളിൽ കിട്ടും. പിന്നെ അതുകൂടാതെ നമുക്ക് 5% 5% റിവാർഡ്സ് ഓഫ്ലൈനും ഓൺലൈനും സ്പെൻഡ് ഓവർ 500 രൂപയിൽ മുകളിൽ ഓൺലൈനും ഓഫ്ലൈനും സ്പെൻഡ് ചെയ്താൽ 5% റിവാർഡ് പോയിൻ്റ് കിട്ടുന്നതാണ്. പിന്നെ 20% റിവാർഡ് പോയിൻറ്റ്സ് ഓൺ ഫ്ലൈറ്റ്, സ്റ്റേ, ബസ്സസ് ആൻഡ് വിസാസ്. അതായത് യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് വരുമ്പോൾ അതിന് കിട്ടുന്നതാണ്. പിന്നെ ബാക്കി വേൾഡ് കോയിൻസ്. പിന്നെ ഇത് 0 ഫോറക്സ് ചാർജാണ്. അതായത് നമുക്ക് വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫോറക്സ് ചാർജ് കൊടുക്കേണ്ടി വരുന്നില്ല. കേട്ടോ, അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസാണ്, എത്ര കോയിൻസ് വരും, അതായത് ബാക്കിയെല്ലാം വരുന്ന ഒരു ബുക്കാണത്. കൂടാതെ ഇത് വേറെ, ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ ഇതാണ്. പിന്നെ സ്റ്റിക്കർ വരുന്നുണ്ട് ഇതിന്. പിന്നെ ഉണ്ടോ, ഇതിൻ്റെ കൂടാതെ ഇതിനൊപ്പം സ്കാപ്പിയയുടെ സ്റ്റിക്കേഴ്സും ബാക്കിയെല്ലാം ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ്. കൂടാതെ ഇത് കണ്ടോ, ഇത് വേറൊരു കാർഡാണ്. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കീ ഫാക്ട് സ്റ്റേറ്റ്മെൻറ്റ്സും വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാ സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ കാർഡ് എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മളെ കാർഡ്. കണ്ടോ, കാർഡ് ഇതാണ് നമ്മളെ കാർഡ്. കണ്ടോ, കാർഡ് ബ്രേസസ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഈ കാർഡിൻ്റെ അത് വന്നിട്ടുള്ളത്. നമ്മൾ അടിഭാഗത്ത് ഇത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ അടിഭാഗത്ത് ഇവിടെ വലിക്കുന്ന സമയത്ത് തന്നെ മുകളിലേക്ക് അത് വരുന്ന രീതിയിലാണ് എൻ്റെ സെറ്റിങ്സ്. കണ്ടോ, നല്ല ഫങ്ഷനിങ് നോക്കൂ. ഇതാണ് വരുന്ന കാർഡ്. നമ്മൾ ഇതൊന്ന് റിമൂവ് ചെയ്യാണ് കാർഡ്. ഇതാണ് കാർഡ് വരുന്നത്. സൂപ്പർ കാർഡാണ്. കാർഡ് അത്യാവശ്യം നല്ല ഒരു ഇതായിട്ട് തോന്നി, ഫിനിഷിംഗ് ആയിട്ട് തോന്നി. കാർഡിൻ്റെ ബാക്കിൽ നമ്പർ വരുന്നത്, വിസയുടെ സൈൻ ഇതാണ് സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ്. ഇത് എയർപോർട്ട് ലോഞ്ചസ് ഉണ്ട്. 10,000 യൂസ് ചെയ്താൽ മതി മന്ത്ലി. അപ്പോൾ ഓക്കെ, ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ.